ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിന് കൃത്യമായ മറുപടി പാകിസ്ഥാന് ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ അതിൻ്റെ മറവിൽ ഉത്തർപ്രദേശ് സർക്കാർ നടത്തിയ ഏറ്റവും വലിയ നെറികടിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അവിടുത്തെ 350ഓളം പള്ളികളും മദ്രസകളും അടങ്ങുന്ന കെട്ടിടങ്ങൾ പൊളിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. എന്നാൽ ഈ വിഷയം മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ഒടുവിൽ ഈ കാര്യങ്ങൾ പുറത്തു വന്നതോടെ ചില മാധ്യമങ്ങൾ വാർത്തകൾ നൽകി തുടങ്ങുകയായിരുന്നു. നേപ്പാൾ അതിർത്തിയുമായി ബന്ധപ്പെട്ട മുസ്ലിം മത പഠന കേന്ദ്രങ്ങൾ പലതും തകർത്തതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. എന്ത് തരത്തിലുള്ള അനീതിയാണ് അവിടെ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്? അവിടെ 350ഓളം കെട്ടിടങ്ങൾ നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ എണ്ണം ഹിന്ദുമത നാമധാരികളുടെ പേരുള്ളതും ഉണ്ട് എന്നുള്ള രീതിയിൽ ഉത്തർപ്രദേശ് സർക്കാർ ചില വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ കേന്ദ്ര സർക്കാർ വളരെ വിജയകരമായി നടപ്പിലാക്കുമ്പോൾ പ്രാദേശിക BJP നേതാക്കൾ, അതായത് യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള BJP നേതാക്കൾ ഹിന്ദു മുസ്ലിം വർഗീയ വിഭജനത്തിന് വേണ്ടി ആക്കം കൂട്ടിക്കൊണ്ട് കൃത്യമായ ഒരു നെഗറ്റീവ് സന്ദേശമാണ് നൽകുന്നത് എന്നാണ് വ്യക്തമാവുന്നത്. അല്ലാതെ ഈ പള്ളികളും ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളും ഈ സമയം നോക്കി തന്നെ പൊളിക്കേണ്ടതിൻ്റെ ഔചിത്യം എന്തായിരുന്നു എന്നതാണ് പലരും ചോദിക്കുന്നത്. ഇത് വളരെ കൃത്യമാണ്. കമ്മ്യൂണൽ പോളറൈസേഷനാണ് ലക്ഷ്യം. എന്നാൽ ഈ വിഷയം സുപ്രീം കോടതിയിലേക്ക് നീങ്ങുമെന്നത് വളരെ വ്യക്തമായി കഴിഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ് ഈ കേസ് സ്വമേധയാ എടുക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ള മുതിർന്ന അഭിഭാഷകർ, കപിൽ സിബലിനെ പോലുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായും നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നതാണ് അറിയുന്നത്. പ്രത്യേകിച്ചും അഖിലേഷ് യാദവ് ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുമുണ്ട്. ഉത്തർപ്രദേശിൽ യോഗിക്ക് ഭയമുള്ളത് സമാജ്വാദി പാർട്ടിയെ മാത്രമാണ്. അവിടെ ന്യൂനപക്ഷങ്ങളെയും പിന്നോക്ക OBC ദളിത് വിഭാഗങ്ങളെയും ഒരു പരിധിവരെ BJPയുടെ അക്രമ രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ട് സംരക്ഷിക്കുന്നത് സമാജ്വാദി പാർട്ടിയാണ് എന്ന ഒരു വിലയിരുത്തലുണ്ട്. ഈ വിഷയത്തിൽ സുപ്രീം കോടതി നടപടി സ്വീകരിച്ചേ മതിയാവുള്ളൂ എന്നുള്ള തീരുമാനത്തിലേക്കാണ് സമാജ്വാദി പാർട്ടിയുടെ MP കൂടിയായിട്ടുള്ള കപിൽ സിബൽ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം സമാജ്വാദി പാർട്ടിയുടെ രാജ്യസഭാ അംഗം കൂടിയാണ്. കേന്ദ്രത്തിൻ്റെ നയം എന്നുള്ളത് പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക എന്നുള്ളതാണ്. ഇന്ത്യ ഒറ്റക്കെട്ടായി ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഇല്ലാതെ മതസൗഹാർദ്ദത്തോടെ ഒറ്റക്കെട്ടായി പൊരുതുമ്പോഴാണ് ചില സംസ്ഥാനങ്ങളിൽ BJP നേതാക്കൾ പലകുറി ഇന്ത്യയെ നാണം കെടുത്തുന്ന രീതിയിൽ ചില നടപടികൾ എടുക്കുന്നത്. എന്നാൽ ഈ വിഷയങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ സുപ്രീം കോടതി ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്.